ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമ്മളൊരു ചോക്ലേറ്റ് നട്ട്സ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഐസ്ക്രീമാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഇല്ല, കപ്പലണ്ടി, കശുവണ്ടി, മുന്തിരി, പിന്നെ പേരയ്ക്ക, കുമ്മട്ടി, മാതളം, കോൺഫ്ലെക്സ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിക്കണം. ചോക്ലേറ്റ് കട്ട് ചെയ്യും. പിന്നെ നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കപ്പലണ്ടി ഇടും. നമുക്ക് തിരിച്ച ചോക്ലേറ്റ് സിറപ്പ് വെച്ചു. നേരത്തെ കുമ്മട്ടിങ്ങ, മുന്തിരി, ഇതൊക്കെ ഇവിടെ വീഡിയോക്ക് വേണ്ടി മേടിക്കണം കേട്ടോ. എനിക്ക് നല്ല പൈസ ചിലവാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നല്ല പൈസ ചിലവെന്ന് നല്ല പൈസ ചിലവാ. ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡ്. ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങിയപ്പോഴേ ആദ്യം പൈസയൊന്നും ചിലവില്ല, വീട്ടിലെ സാധനം മതി എന്നുള്ള ചിന്തയായിരുന്നു. അത് രക്ഷയില്ല, നല്ല പൈസ ചിലവാ. ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡ് മുകളിൽ നമുക്ക് ഐസ്ക്രീം, ചോക്ലേറ്റ്, ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഫ്രിഡ്ജിലൊക്കെ പോയി കട്ട് ചെയ്ത് മെൽറ്റ് ആക്കണം. നല്ല പൈസ ചിലവാട്ടോ. ഇതിനൊക്കെ ഞാനിപ്പോൾ ഒരു 300 റുപ്പീസ് ചിലവാക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്. എല്ലാം ലൈക്കും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും താല്പര്യമില്ല ഒന്നും. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഐസ് വെക്കാം. ഞാനത് ചൂടോടുകൂടെ കഴിക്കാനുള്ള ഒരു ഇതാണ് ചെയ്തേക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ എപ്പോഴും ഐസ്ക്രീം ഫ്രൂട്ട് സാലഡല്ലേ കഴിക്കണം. ഇത് ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡ് കഴിച്ചാൽ അതിനേലും ടേസ്റ്റാണ്. നട്ട്സും ഫ്രൂട്ട്സും കോൺഫ്ലെക്സും ചോക്ലേറ്റും
അടിപൊളി ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് സിറപ്പും ഫ്രൂട്ട്സും മേടിച്ചാൽ ചിലവാണ്, പിന്നെ സ്ഥിരം മേടിക്കുന്ന ആൾക്കാരുണ്ടാവും ഫ്രൂട്ട്സൊക്കെ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പം എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ടി ചെയ്യുന്ന വീഡിയോസുകളാണ്. പൈസ നല്ല ചിലവുണ്ട്. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തിട്ടോ. ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ പോയി വോട്ട് ചെയ്തിട്ട് വന്നു. എനിക്ക് അമരാവതിയില്ല, അത് കാരണം രാവിലെ പോയി ഹസ്സിന് ജോലിക്കോണം. വോട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം വോട്ട് ചെയ്തതിന്. എല്ലാവരും പറഞ്ഞ് വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊന്നും കിട്ടുള്ള എല്ലാം ക്യാൻസലായി പോയി എന്ന് പറയും. ഞാൻ എൻ്റെ വോട്ടർ ഐഡിയുടെ കാർഡുമായിട്ട് പോയി. ഇന്നലെ രാത്രി ചെന്നപ്പോൾ ഞങ്ങളുടെ 4 പേരുടെ, എൻ്റെ 2 പെൺമക്കളുടെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉണ്ടായി. അതിൽ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആരും അത് ക്യാൻസലാക്കി കളഞ്ഞില്ല. കാരണം എന്നെ അറിയാത്ത ആൾക്കാർ ആരുമില്ല. അതെന്ന് വെച്ചാൽ എന്നെ അറിയണ ആൾക്കാർ ആരുമില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ എല്ലാവരും അങ്ങനെ ഓർമ്മയുണ്ടാവില്ല. എന്നെ ഓർമ്മ ഉണ്ടാകുന്നത് വെച്ചാൽ ഞാൻ കേബിളിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കേബിളിൻ്റെ ഓഫീസിൽ ഫോൺ അറ്റൻഡായി നിൽക്കും. പിന്നെ സാലറി കളക്ഷൻ ഫീൽഡിൽ പോകണമെങ്കിൽ സാലറി കൂടുതൽ കിട്ടും. അപ്പോൾ ഫോൺ അറ്റൻഡൻ്റെ പണി നിർത്തിയിട്ട് കളക്ഷൻ ഫീൽഡിൽ ഇറങ്ങി. എല്ലാ വീടുകളും ഇങ്ങനെ കയറി ഇറങ്ങിയ രസമാണ്. ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാൻ, പരിചയപ്പെടാം. അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്കറിയാം. ഞാനിന്ന് വോട്ട് ചെയ്യാൻ പോയപ്പില്ലേ, വെറുതെ 4 വശത്തുനിന്നും ആൾക്കാരാണ്. അയ്യോ എവിടെയാണ്, കാണാനില്ലല്ലോ, സുഖമാണ്, എന്തെടുക്കണ്, വീടൊക്കെ വാങ്ങിയോന്ന്. പക്ഷെ ഞാൻ കുറേ പേരോട് വീട് വാങ്ങി, വീട് മേടിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സങ്കടമാണ്. വാങ്ങി അത്രമാത്രം പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതിൽ കുറേ പേര് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തൊരു ചേച്ചിയുണ്ട്, ഏച്ചിലെ ചേച്ചി. ഇത്തിരി പ്രായമുള്ള അമ്മച്ചിയാണ്, പക്ഷെ നല്ല സ്നേഹമുള്ള. അത്ര മാറ്റാണ് അവര് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത് ആ സന്തോഷത്തിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായി. ഒരുപാട് പേരൊക്കെ ഉണ്ട്, ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ആരും നമ്മളെ മറന്നിട്ടില്ലല്ലോ. മക്കളെയും ഹസ്ബൻഡിനെയും പേരക്കുട്ടികളെയൊക്കെ ചോദിച്ച് അത് തന്നെ വലിയൊരു ഇതാണ്. എനിക്കിന്ന് ഒരുപാട് സന്തോഷമായി. ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാൻ പോയി. ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസം. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തല്ലോ. അപ്പം അങ്ങനെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാൻസലായി പോകാഞ്ഞത്. കാരണം ഞങ്ങൾ പല സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ വോട്ട് ലിസ്റ്റ് വരുമ്പോൾ അവരിവിടെ നിന്ന് മാറിപ്പോയി. പക്ഷെ എല്ലാവർക്കും ഞങ്ങളറിയാം. ഞങ്ങൾ ഈ കൊച്ചിയിൽ ഏതെങ്കിലും ഒരു ദിക്കിൽ താമസിക്കണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ ആ വോട്ട് ലിസ്റ്റ് ആരും ക്യാൻസൽ ചെയ്തില്ല. അതിന് തന്നെ വലിയൊരു താങ്ക്സ് ആണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ചെന്നിട്ട് കാർഡായിട്ട് ചെന്നിട്ട് നോക്കിയപ്പോൾ ഞങ്ങളുടെ 4, അപ്പം പറഞ്ഞ അതിശയോടൊന്നും നിങ്ങളുടെ 4 പേരെ സാധാരണ വീട് മാറിയൊക്കെ പോണ ആൾക്കാരെയൊക്കെ ക്യാൻസൽ ചെയ്യണേ. പക്ഷെ അപ്പം അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ ദിക്കിൽ തന്നെ താമസിക്കുന്നുണ്ടുള്ളത് ഞങ്ങൾക്കറിയാം, അതാണ് നിങ്ങളുടെ ആരുടെ ഞാൻ ക്യാൻസൽ ചെയ്യിച്ചില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ല, നിങ്ങൾ വരുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിന് ഒത്തിരി താങ്ക്സ്. ഞങ്ങൾ അവരാദ്യം ചെന്ന് അഡ്വക്കേറ്റ് പ്രിയയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ചെയ്തു തന്നെ കേട്ടോ. നല്ല തിരക്കായിരുന്നു. പക്ഷെ ആ തിരക്കിനിടയിൽ കൂടെയൊക്കെ പ്രിയയുടെ സ്റ്റാഫും ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. വീഡിയോ എപ്പോഴെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ മനസ്സിലാവും. ഒത്തിരി പേര് അവിടെയും ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് പരിചയക്കാരുണ്ട്. ഹസ്ബൻഡിലും കൂടുതൽ എൻ്റെ അടുത്താണ് എല്ലാവരും ഓടി വരാം. കാരണം ഞാനിങ്ങനെ ചെറുപറാന്ന് വർത്താനം പറയണതാണ്. എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ തന്നെ ഇന്ന് ഒത്തിരി ഹാപ്പിയാണ്. ഒരുപാട് ആൾക്കാരെ കണ്ട്. കുറച്ച് പേരൊക്കെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയി, ഇല്ലാണ്ടായി. അതുമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ അവരെയൊക്കെ അന്വേഷിക്കണപ്പോൾ അമ്മച്ചി എന്തെടുക്കണ് അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പോയി. അപ്പോൾ അതൊക്കെ ഒരു ഇത്തിരി ഇതുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് സ്നേഹത്തോടെ ചെയ്യുന്ന വീഡിയോ എനിക്ക് ഒത്തിരി പൈസയും ചിലവാണ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം. എല്ലാവരും പോയി വോട്ട് ചെയ്യുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യുക. അതൊന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ വോട്ട് ചെയ്ത് ഒരുപാട് സന്തോഷം. എന്തോ വലിയൊരു നിധി കിട്ടിയ പോലെയാണ്. കാരണം ഒരു വോട്ട് എന്ന് പറയുന്ന ഓരോ പൗരൻ്റെ അവകാശമാണ്. അത് നമുക്ക് ചെയ്യണം. ആരെങ്കിലും ചെയ്യട്ടെ, ആരും ആരെയും സഹായിച്ചില്ലെങ്കിലും അത് നമുക്ക് ചെയ്യേണ്ട ഒരു കടമയാണ്. അത് നമ്മൾ ചെയ്യുക. എല്ലാവരും ക്യാൻസലായി
ഒത്തിരി പേരുടെ ഇവിടെ ഉള്ള അടുത്തൊക്കെ താമസിക്കുന്ന ഒത്തിരി പേരുടെ വോട്ട് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. ഞങ്ങളുടെ പോയില്ല, എനിക്ക് ഒരുപാട് സന്തോഷം. ഇന്നത്തെ വീഡിയോ ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡാണ്. ചോക്ലേറ്റ് നട്ട്സ് ഫ്രൂട്ട് സാലഡാണ്. നട്ട്സും എല്ലാം കൂടി ഇട്ടിട്ട് ചെയ്തേക്കണേ, ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം പ്ലീസ്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, എല്ലാവരും ഒരു കമൻറ്റെങ്കിലും, ഒരു ഹാർട്ടെങ്കിലും അയക്കും. എൻ്റെ അടുത്ത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും അയക്കും. ടാറ്റാ, ബൈ.